ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28ാമത്തെ അധ്യായം അതിലെ 36ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാഷ്ടാവിംശോऽധ്യായः. നാരദ ഉവാച സൈനികാ ഭയനാംനോ യേ ബർഹിഷ്മന്ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിചേരുരവനീമിമാം. സ ഏകദാതുരഭസാ പുരഞ്ജനപുരീം നൃപാ രുരുധുർഭൗമഭോഗാഢ്യാം ജരൽപന്നഗപാലിതാം. തയോപഭുജ്യമാനാം വൈ യവനാഃ സർവതോ ദിശം ദ്വാർഭിപ്രവിശ്യ സുദൃഢം പ്രാർത്ഥയൻ സകലാം പുരീം. തസ്യാം പ്രപീഡ്യമാനായാമഭിമാനി പുരഞ്ജന അവാപോരുവിധാം സ്ഥാപാൻ കുടുംബീ മമതാകുലഃ. കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവയവനൈർബലാത്. വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാം ജഗദസൗഹൃദാം. ആത്മാനം കന്യാഗ്രസ്തം പഞ്ചാലനരിദൂഷിതാൻ ദുരന്തചിന്താമാപന്നോ ന ലേഭേ തൽപ്രതിക്രിയാം. കാമാനഭിലഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതിസ്നേഹ പുത്രധാരാംശ്ച ലാളയൻ. ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതും പ്രചക്രമേ രാജാ താം പുരീമനികാമതഃ. ഭയനാംനോഗ്രജോ ഭ്രാതാ പ്രജ്വാരപ്രത്യുപസ്ഥിതഃ ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതുപ്രിയചികീർഷയാ. തസ്യാം സന്ദഹ്യമാനായാം സപൗരഃ സപരിച്ഛദഃ കൗടുംബികഃ കുടുംബിന്യാ ഉപാതപ്യതനാന്വയഃ. യവനോപരുദ്ധായ തനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാരസംസൃഷ്ടഃ പുരപാലോന്വതപ്യത. ന ശേകേ സോവിതും തത്ര പുരുകൃച്ഛ്രോരുവേപഥു ഗന്ധുമൈച്ഛത്തതോ വൃക്ഷം കോടരാദിവസാനലാത്. ശിഥിലാവയവോ യർഹി ഗന്ധർവൈർഹൃതപൗരുഷഃ യവനൈരരിഭീരാജൻ ഉപരുദ്ധോരുരോധഃ. ദുഹിതൃഃ പുത്രപൗത്രാംശ്ച ജാമിജാമാതൃപാർഷദാൻ സ്വത്വാവശിഷ്ടം യത്കിഞ്ചിത് ഗൃഹകോശപരിച്ഛദം. അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദധ്യൗ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ. ലോകാന്തരം ഗതവതി മയ്യനാഥാ കുടുംബിനി വർത്തിഷ്യതേ കഥം ത്വേഷാ ബാലകാനനുശോചതി. ന മയ്യനാശിതേ ഭുങ്ക്തേ നാസ്നാതേ സ്നാതിമത്പരാ മയിരുഷ്ടേ സുസംത്രസ്താ ഭർസിതേ യതവാഗ്ഭയാത്. പ്രബോധയതി മാ വിജ്ഞം വ്യുഷിതേ ശോകകർഷിതാ വർത്തൈദത് ഗൃഹമേധീയം വീരസൂരപി. കഥം नु दारकादीना दारगीर्वापरायणा वर्तिष्यन्ते मयि गते भिन्ननाव इवोदधौ. एवं कृपणया बुद्ध्या शोचन्तमददर्हणं गृहीतुं कृतधीरेनं भयनामाभ्यपद्यत. पशुवद्यवनैरेष नीयमानस्वयं क्षयम् अन्वद्रवन्ननुपथा शोचन्तो भृशमातुराः. പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമഃ യദാ തമേവാനുപുരി വിശീർണാ പ്രകൃതിം ഗതാ. വികൃഷ്യമാണപ്രസഭം യവനേന ബലീയസാ നാവിന്ദത്തമസാവിഷ്ടഃ സഖായം സുഹൃദം പുരഃ. തം യജ്ഞപശവോനേന സംജ്ഞപ്താ യേ ദയാലുനാ കുഠാരൈശ്ചിച്ഛിദുഃ ക്രുദ്ധാഃ സ്മരന്തോമീവമസ്യ തത്. അനന്തപാരേ തമസി മഗ്നോ നഷ്ടസ്മൃതിഃ സമാഃ ശാശ്വതീരനുഭൂയാർത്തിം പ്രമദാസംഗദൂഷിതഃ. താമേവ മനസാ ഗൃഹ്ണൻ ബഭൂവ പ്രമദോത്തമാ. അനന്തരം വിദർഭസ്യ
രാജസിംഹസ്യ വേശ്മനി. ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജഃ യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യഃ പരപുരഞ്ജയഃ. തസ്യാം സ ജനയാഞ്ചക്ര ആത്മജാമസിതേക്ഷണാം യവീയസഃ സപ്തസുതാൻ സപ്തദ്രവിഡഭൂഭൃതഃ. ഏകൈകസ്യാഭവത്തേഷാം രാജന്നർബുദമർബുദം ഭോക്ഷ്യത്തെ യദ്വംശധരൈർമഹീമന്വന്തരം പരം. അഗസ്ത്യപ്രാഗ്ദുഹിതരമുപയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാത ഇത്മവാഹാത്മജോ മുനിഃ. വിഭജ്യതനേഭ്യക്ഷ്മാം രാജർഷിർമലയധ്വജഃ ആരിരാധൈഷു കൃഷ്ണം സ ജഗാമകുലാചലം. ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭീമതിരേക്ഷണ അന്വധാവത പാണ്ഡ്യേശം ജ്യോത്സ്നേവ രജനീകരം. തത്ര ചന്ദ്രവസാ നാമ താമ്രപർണീവടോദകാ തൽപുണ്യസലിലൈർനിത്യമുഭയത്രാത്മനോ മൃജൻ. കന്ദാഷ്ടിഭിർമൂലഫലൈഃ പുഷ്പപർണൈസ്തൃണോദകൈഃ വർത്തമാനശ്ശനൈർഗാത്രകർശനം തപ ആസ്ഥിതഃ. ശീതോഷ്ണവാതവർഷാണി ക്ഷുൽപിപാസേ പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാന്യയജ അജയൽ സമദർശന. ശീതോഷ്ണവാതവർഷാണി ക്ഷുൽപിപാസേ പ്രിയാ പ്രിയേ സുഖ ദുഃഖേ ഇതി ദ്വന്ദ്വാന്യജയൽ സമദർശന. 37ാമത്തെ ശ്ലോകം അതാണ് എടുക്കേണ്ടത്. അപ്പോൾ മലയധ്വജനും പുരഞ്ജനിയും ആ താമ്രപർണി നദീതീരത്ത് അവർ തപസ്സനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? 3 നദികൾ അതിൽ കുളിച്ചിട്ട് കന്ദമൂലഫലങ്ങളൊക്കെ ഭക്ഷിച്ച് പുഷ്പം പർണം ഇവ കൊണ്ടൊക്കെ പൂജയൊക്കെ ചെയ്ത് സ്വന്തം ശരീരമൊക്കെ ഇങ്ങനെ ശോഷിപ്പിച്ച് തപശ്ചര്യ ചെയ്തു. ശീതോഷ്ണവാതവർഷാണി തണുപ്പ് ചൂട് കാറ്റ് മഴ ക്ഷുൽപിപാസോ പ്രിയാ പ്രിയേ ക്ഷുത്ത് വിശപ്പ് ദാഹം അതുപോലെ ഇഷ്ടം അനിഷ്ടം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന സുഖം ദുഃഖം തുടങ്ങിയിട്ട് ദ്വന്ദ്വാന്യജയൽ ദ്വന്ദ്ങ്ങളെയൊക്കെ ജയിച്ചിട്ട് സമദർശിത്വം സമത്വദൃഷ്ടിയോട് കൂടിയിട്ട് അജയൽ ജയിച്ചു. ശീതോഷ്ണവാതവർഷാണി തണുപ്പ് ചൂട് കാറ്റ് മഴ ക്ഷുൽപിപാസേ വിശപ്പ് ദാഹം പ്രിയാ പ്രിയേ ഇഷ്ടം അനിഷ്ടം സുഖം ദുഃഖം ഇതി ഇത്യാദി ദ്വന്ദ്വാനി ആ ദ്വന്ദ്വങ്ങളെ സമദർശന സമത്വദൃഷ്ടിയോട് കൂടിയിട്ട് അജയൽ ജയിച്ചു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം. ശീതോഷ്ണവാതവർഷാണി ക്ഷുൽപിപാസേ പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാന്യജയൽ സമദർശന. ശീതോഷ്ണവാതവർഷാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് ചൂട് കാറ്റ് മഴ ക്ഷുൽപിപാസേ വിശപ്പ് ദാഹം പ്രിയാ പ്രിയേ ഇഷ്ടം അനിഷ്ടം സുഖദുഃഖേ സുഖം ദുഃഖം ഇതി ഇത്യാദി ദ്വന്ദ്വാനി ദ്വന്ദ്വങ്ങളെ സമദർശന സമത്വദൃഷ്ടിയോടെ അജയത് ജയിച്ചു. എന്നുകൂടി പറയാം. ശീതോഷ്ണവാതവർഷാണി തണുപ്പ് ചൂട് കാറ്റ് മഴ ക്ഷുൽപിപാസേ വിശപ്പ് ദാഹം പ്രിയാ പ്രിയേ ഇഷ്ടം അനിഷ്ടം സുഖദുഃഖേ സുഖം ദുഃഖം ഇതി ഇത്യാദി ദ്വന്ദ്വാനി ദ്വന്ദ്വങ്ങളെ സമദർശന സമത്വദൃഷ്ടിയോടെ അജയത് ജയിച്ചു. അതിലത്തെ പദങ്ങളൊന്നുകൂടി പറയാം. ശീതോഷ്ണവാതവർഷാണി തണുപ്പ് ചൂട് കാറ്റ് മഴ ക്ഷുൽപിപാസേ വിശപ്പ് ദാഹം പ്രിയാ പ്രിയേ ഇഷ്ടം അനിഷ്ടം സുഖദുഃഖേ സുഖം ദുഃഖം ഇതി ഇത്യാദി ദ്വന്ദ്വാനി ദ്വന്ദ്വങ്ങളെ സമദർശന സമത്വദൃഷ്ടിയോടെ അജയൽ ജയിച്ചു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ശീതോഷ്ണവാതവർഷാണി ക്ഷുൽപിപാസേ പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാനി സമദർശന അജയത്. ശീതോഷ്ണവാതവർഷാണി ക്ഷുൽപിപാസേ പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാനി സമദർശന അജയത്. തണുപ്പ് ചൂട് കാറ്റ് മഴ വിശപ്പ് ദാഹം ഇഷ്ടമനിഷ്ടം സുഖം ദുഃഖം ഇത്യാദി ദ്വന്ദ്വങ്ങളെ സമത്വദൃഷ്ടിയോട് കൂടിയിട്ട് ജയിച്ചു. അദ്ദേഹം സർവത്ര സമദൃഷ്ടിയോട് കൂടിയവനായിട്ട്
തണുപ്പ്, ചൂട്, കാറ്റ്, വർഷം, വിശപ്പ്, ദാഹം, പ്രിയം, അപ്രിയം, സുഖം, ദുഃഖം ഇത്യാദി ദ്വന്ദ്വങ്ങളെ ജയിച്ചു. അദ്ദേഹം സമദൃഷ്ടി ആയിട്ട് തണുപ്പ്, ചൂട്, കാറ്റ്, മഴ, വിശപ്പ്, ദാഹം, പ്രിയം, അപ്രിയം, സുഖം, ദുഃഖം എന്നിങ്ങനെയുള്ള സർവദ്വന്ദ്വങ്ങളെയും ജയിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. തണുപ്പ്, ഉഷ്ണം, കാറ്റ്, മഴ, വിശപ്പ്, പ്രിയം, അപ്രിയം, സുഖം, ദുഃഖം എന്നിങ്ങനെ ജോഡി ചേർന്ന് വന്നും പോയിക്കൊണ്ടുമിരിക്കുന്ന ആ അവസ്ഥാഭേദങ്ങളെ ജയിച്ചു. എങ്ങനെയെന്നാൽ നിർവികാരമായിരിക്കുന്ന പരതത്വത്തെ മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നർത്ഥം. എങ്ങും ഒരുപോലെ വിളങ്ങുന്ന ആ ശ്രീവാസുദേവനെ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് അന്തർനിഷ്ഠമായതിനാൽ ശരീരത്തെ ബാധിക്കുന്ന ശീതാദ്യവസ്ഥകളെ, തിദിക്ഷ എന്നുള്ള ആ ഒരു യോഗ്യത അദ്ദേഹത്തിനുണ്ടായി എന്നർത്ഥം. ശീതാദ്യവസ്ഥകളെ അനുസന്ധാനം ചെയ്തിരുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ എന്താണ് വ്യാഖ്യാനത്തിൽ എന്താണെന്നുള്ളത് നോക്കാം. തസ്യാം സപ്തപുത്രാൻ കന്യാമേകാം ഇവിടെ വന്നിട്ട് സ ശീതോഷ്ണ ക്ഷുൽ ത്രിട് സുഖദുഃഖ ആദി ദ്വന്ദ്വാനി ഇതന്നെ പറഞ്ഞിരിക്കുന്നത്. സ ശീതോഷ്ണ ക്ഷുൽ ത്രിട് സുഖദുഃഖാദി ദ്വന്ദ്വാനി ഇവയൊക്കെ ദ്വന്ദ്വങ്ങളെയൊക്കെ അദ്ദേഹം ജയിച്ചു എന്നർത്ഥം. സ ശീതോഷ്ണ ക്ഷുത്രിട് സുഖദുഃഖാദി ദ്വന്ദ്വാനി അജയത്, അതിനെയൊക്കെ ജയിച്ചു എന്നർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം 38ാമത്തെ ശ്ലോകം നോക്കാം. തപസാ വിദ്യയാ പക്വകഷായോ നിയമൈർയമൈ യുയുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാനിലാശയ. തപസാ വിദ്യയാ പക്വകഷായോ നിയമൈർയമൈ യുയുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാനിലാശയ. തപസ്, ഉപാസന, നിയമങ്ങൾ, ഇന്ദ്രിയജയം, പ്രാണായാമം ഇവ കൊണ്ട് ആ ദുർവാസനകൾ നശിപ്പിച്ചിട്ട്, പക്വകഷായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർവാസനകൾ നശിപ്പിച്ചിട്ട് ആ ജീവാത്മാവിനെ പരമാത്മാവിൽ യുയുജേ ബ്രഹ്മണ്യാത്മാനം ബ്രഹ്മത്തിലെ ആ ജീവാത്മാവിനെ യുയുജേ യോജിപ്പിച്ചു. ഒന്നുകൂടി പറയാം. തപസ്, വിദ്യയ, ഉപാസന, യമൈഹി യമങ്ങൾ, നിയമങ്ങൾ, വിജിതാക്ഷാനിലാശയ ഇന്ദ്രിയജയം, അതുപോലെ പ്രാണായാമം ഇവയാൽ ഇന്ദ്രിയജയം, പ്രാണായാമം ഇവയാൽ വിജിതാക്ഷാനിലാശയ ഇവയാൽ പക്വകഷായ ദുർവാസനകൾ നശിപ്പിച്ച് ആത്മാനം ആ ജീവാത്മാവിനെ ബ്രഹ്മണി പരമാത്മാവിൽ യുജേ യോജിപ്പിച്ചു. ഒന്നുകൂടി പറയാം. തപസ്, വിദ്യയ, ഉപാസന, യമൈഹി യമങ്ങൾ, നിയമങ്ങൾ, വിജിതാക്ഷാനിലാശയ ഇന്ദ്രിയജയം, പ്രാണായാമം ഇവയാൽ പക്വകഷായ ദുർവാസനകൾ നശിപ്പിച്ച് ആത്മാനം ജീവാത്മാവിനെ ബ്രഹ്മണി പരമാത്മാവിൽ യുജേ യോജിപ്പിച്ചു. ഒന്നും കൂടി പറയാം. തപസ്, വിദ്യയ, ഉപാസന, യമൈഹി യമങ്ങൾ, നിയമങ്ങൾ, വിജിതാക്ഷാനിലാശയ ഇന്ദ്രിയജയം, പ്രാണായാമം ഇവയാൽ പക്വകഷായ ദുർവാസനകൾ നശിപ്പിച്ച് ആത്മാനം ജീവാത്മാവിനെ ബ്രഹ്മണി പരമാത്മാവിൽ യുജേ യോജിപ്പിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് തപസാ വിദ്യയാ യമൈഹി വിജിതാക്ഷാനിലാശയ പ്രാണായാമം പക്വകഷായ വിജിതാക്ഷാനിലാശയ പക്വകഷായ ആത്മാനം ബ്രഹ്മണി യുയുജേ. എന്നുകൂടി പറയാം. തപസാ വിദ്യയാ യമൈഹി വിജിതാക്ഷാനിലാശയ പക്വകഷായ ആത്മാനം ബ്രഹ്മണി യുയുജേ. അതായത് തപസ്, ഉപാസന, യമങ്ങൾ, നിയമങ്ങൾ, ഇന്ദ്രിയജയം, പ്രാണായാമം ഇവയാൽ
ആ ദുർവാസനകൾ നശിപ്പിച്ച് ജീവാത്മാവിനെ പരമാത്മാവിൽ യോജിപ്പിച്ചു. അപ്പോൾ തപശക്തിയാലും വിദ്യയാലും അവിദ്യയെ ജയിക്കൽ, തൻ്റെ കാമാദി ദുർവികാരങ്ങളെ ദഹിപ്പിച്ച് യമനിയമാദികൾ ശീലിച്ചു, പ്രാണായാമം ശീലിച്ചു, ഇന്ദ്രിയജയം കൈവരിച്ചു. അങ്ങനെ ആ ബ്രഹ്മധ്യാനത്തിൽ ഏകാഗ്രത കൈവരിച്ചു. തപസ്, ഉപാസന, യമനിയമങ്ങൾ ഇവയാൽ കാമാദിവാസനാരഹിതമായി തീർന്ന് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെയും ജയിച്ച് ജീവാത്മാവിനെ പരമാത്മാഭിന്നമായിട്ട് വിഭാവന ചെയ്തു. അപ്പോൾ ആ ദ്വന്ദ്വങ്ങളെ സഹിച്ചിരിപ്പാനുള്ള ശക്തി എങ്ങനെ ലഭിച്ചു എന്നുള്ളതിനെ സ്പഷ്ടമാക്കുന്നു. കന്ദമൂലാദികളെ ഭക്ഷിച്ചിരിക്കുന്നത് കൊണ്ടും വേദവിധിപ്രകാരമുള്ള പലവിധോപാസനകളെ ശീലിച്ചിരുന്നത് കൊണ്ടും മന്ത്രാദി ജപങ്ങളെ അനുഷ്ഠിക്കുന്നതുമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടും ഹിംസാദി വൃത്തികളെ ഉപേക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന യമങ്ങളുടെ അഭ്യാസം കൊണ്ടും കാമക്രോധാദി വൃത്തികൾ ക്രമത്തിൽ നശിച്ചു. അപ്പോൾ ഇന്ദ്രിയങ്ങളും പ്രാണനും അന്ധകരണവും അവരുടെ സ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് അന്യവിഷയങ്ങളിലേക്ക് സഞ്ചരിക്കാതെ ശാന്തവൃത്തികളായി ഭവിച്ചു. അങ്ങനെ ആത്മാവിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. ഒന്നുകൂടി പറയാം. ദ്വന്ദ്വങ്ങളെ സഹിച്ചിരിക്കാനുള്ള ശക്തി എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതാണ് സ്പഷ്ടമാക്കുന്നത്. കന്ദമൂലാദികളെ ഭക്ഷിച്ചിരുന്നത് കൊണ്ട്, ആ വേദവിധി പ്രകാരമുള്ള പലവിധ ഓപാസനകളെ ശീലിച്ചിരുന്നത് കൊണ്ടും കന്ദമൂലാദികളെ ഭക്ഷിച്ചിരുന്നത് കൊണ്ടും വേദവിധി പ്രകാരമുള്ള പലവിധ ഓപാസനകളെ ശീലിച്ചിരുന്നത് കൊണ്ടും മന്ത്രാദി ജപങ്ങളെ അനുഷ്ഠിക്കുന്നതുമായിരിക്കുന്ന നിയമങ്ങൾ കൊണ്ടും ഹിംസാദി വൃത്തികളെ ഉപേക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന യമങ്ങളുടെ അഭ്യാസം കൊണ്ടും കാമക്രോധാദി വൃത്തികൾ ക്രമത്തിൽ നശിച്ചു. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളും പ്രാണനും അന്ധകരണവും അവരുടെ സ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് അന്യവിഷയങ്ങളിലേക്ക് സഞ്ചരിക്കാതെ ശാന്തവൃത്തികളായിട്ട് ഭവിച്ചു. അങ്ങനെ ആത്മാവിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. അപ്പോൾ ഇവിടെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. തപസാ ദഗ്ധകാമാദിവാസനോ, തപസ്സുകൊണ്ട് കാമാദിവാസനകളെ ദഗ്ധമാക്കി ഇല്ലാതെയാക്കിയിട്ട് ബ്രഹ്മണ്യാത്മാനം യുയുജേ, ആത്മാവിനെ ആ ബ്രഹ്മവുമായിട്ട് യോജിപ്പിച്ചു. തപസാ ദഗ്ധകാമാദിവാസനോ, തപസ്സുകൊണ്ട് ദഗ്ധകാമാദിവാസനോ, കാമാദിവാസനകളെ ദഗ്ധമാക്കി ഇല്ലാതാക്കി നിയന്ത്രിച്ച് ബ്രഹ്മണ്യാത്മാനം യുജേ, ആത്മാവിനെ ആ ബ്രഹ്മവുമായിട്ട് യോജിപ്പിച്ചു. അതാണ് വ്യാഖ്യാനത്തിൽ. തപസാ ദഗ്ധകാമാദിവാസനോ ബ്രഹ്മണ്യാത്മാനം യുയുജേ. അടുത്ത ശ്ലോകം നോക്കാം. ആസ്തേ സ്ഥാണുരിവൈഗത്ര ദിവ്യം വർഷശതം സ്ഥിരഃ വാസുദേവേ ഭഗവതി നാന്യദ്വേദോദ്വഹൻ രതിം. ആസ്തേ സ്ഥാണുരിവൈഗത്ര ദിവ്യം വർഷശതം സ്ഥിരഃ വാസുദേവേ ഭഗവതി നാന്യദ്വേദോദ്വഹൻ രതിം. അങ്ങനെ ആ തൂണുപോലെ അനക്കമില്ലാതെ സ്ഥിരഃ, ആ ദേവമാനപ്രകാരം 100 വർഷകാലം സ്ഥിതി ചെയ്തു. അങ്ങനെ തപസ് ചെയ്തു. ഭഗവാനായിരിക്കുന്ന വാസുദേവങ്കൽ ആസക്തിയെ വേണ്ട പോലെ വഹിക്കയാൽ വേറൊന്നും അറിഞ്ഞില്ല. വാസുദേവേ ഭഗവതി നാന്യത് വേദോദ്വഹൻ രതിം, ആ വേണ്ട പോലെ വഹിക്കയാൽ വേറൊന്നും വേദ അറിഞ്ഞില്ല. നാന്യത് വേദോദ്വഹൻ രതിം. അപ്പം ആസ്തേ, അപ്പം ഇതിലത്തെ പദങ്ങൾ നോക്കാം. സ്ഥാണുഹു ഇവ, തൂണുപോലെ, സ്ഥിരഃ അനക്കമില്ലാതെ, ഏകത്ര ഒരിടത്ത് തന്നെ, ദിവ്യം ദേവമാനപ്രകാരം, വർഷശതം 100 വർഷക്കാലം, ആസ്തേസ്മ സ്ഥിതി ചെയ്തു. ഭഗവതി ആ ഭഗവാനായ വാസുദേവേ ശ്രീ വാസുദേവങ്കൽ, രതിം ആസക്തിയെ, ഉദ്വഹൻ വേണ്ട പോലെ വഹിക്കയാൽ, അന്യത് വേറൊന്നും വേദ അറിഞ്ഞില്ല. സ്ഥാണുഹു ഇവ തൂണുപോലെ, സ്ഥിരഃ അനക്കമില്ലാതെ, ഏകത്ര ഒരിടത്ത് തന്നെ, ദിവ്യം ദേവമാനപ്രകാരം, വർഷശതം 100 വർഷക്കാലം, ആസ്തേസ്മ സ്ഥിതി ചെയ്തു. ഭഗവതി ഭഗവാനായിരിക്കുന്ന വാസുദേവേ ശ്രീവാസുദേവങ്കൽ, രതിം ആസക്തിയെ, ഉദ്വഹൻ വേണ്ട പോലെ
വഹിക്കയാൽ അന്യത് വേറൊന്നും ന വേദ അറിഞ്ഞില്ല. അപ്പോൾ സ്ഥാണുഹു ഇവ സ്ഥിരഃ ഏകത്ര ദിവ്യം വർഷശതം ആസ്തേ സ്മ ഭഗവതി വാസുദേവേ രതിം ഉദ്വഹൻ അന്യത് ന വേദ. സ്ഥാണുഹു ഇവ സ്ഥിരഃ ഏകത്ര ദിവ്യം വർഷശതം ആസ്തേ സ്മ ഭഗവതി വാസുദേവേ രതിം ഉദ്വഹൻ അന്യത് ന വേദ. തൂണുപോലെ അനക്കമില്ലാതെ ഒരിടത്തു തന്നെ ആ ദേവമാനപ്രകാരം 100 വർഷക്കാലം സ്ഥിതി ചെയ്ത് ആ ഭഗവാനായ ആ വാസുദേവങ്കൽ ശ്രീവാസുദേവങ്കൽ ആസക്തിയെ വേണ്ട പോലെ വഹിക്കയാൽ ഒന്നും തന്നെ അറിഞ്ഞില്ല, വേറെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയ ജയം കൈവരിച്ചു. അങ്ങനെ ആ ബ്രഹ്മധ്യാനത്തിൽ ഏകാഗ്രത കൈവരിച്ചു. ഭഗവാൻ വാസുദേവങ്കൽ ഏകാഗ്രചിത്തനായിട്ട് 100 ദിവ്യ സംവത്സരം ഒരു തൂൺ പോലെ ചലിക്കാതെ സ്ഥിതനായിട്ട് ആ ഭഗവത് ചിന്തയിൽ മുഴുകുകയാൽ മറ്റു യാതൊന്നും അറിഞ്ഞതുപോലും ഇല്ല. എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഒരു കുറ്റി പോലെ 100 ദിവ്യ സംവത്സര കാലം ഒരേ ദിക്കിൽ തന്നെ സ്ഥിരമായി നിലകൊണ്ടു ഭഗവാനായ വാസുദേവനിൽ പ്രേമം വഹിച്ചുകൊണ്ട് വേറെ ഒന്നും അറിഞ്ഞില്ല. ഇപ്രകാരം ഒരു സ്ഥാനത്തിൽ തന്നെ 100 ദിവ്യ സംവത്സര കാലം മനസ്സിനെ ചലിപ്പിക്കാതെ നിശ്ചേഷ്ടവാനായിട്ട് വസിച്ചു. അങ്ങനെ സർവൈശ്വര്യ പരിപൂർണനും സർവനിയന്താതാവുമായിരിക്കുന്ന ശ്രീവാസുദേവനിൽ പരമപ്രീതിയോടെ വഹിച്ചിരുന്നതിനാൽ അന്യമായ ദേഹാദി പ്രപഞ്ചത്തെ അറിഞ്ഞതേയില്ല. അപ്പം ഇവിടെ വ്യാഖ്യാനത്തിൽ സ ഭഗവതി രഹിം, ആ ഭഗവാനിൽ രതിം കുറുവൻ, രതിയെ ചെയ്ത് ആ ഭഗവാനിലുള്ള പ്രേമത്തെ ചെയ്ത് ദിവ്യവർഷശതം ഏകത്ര 100 വർഷകാലം ഒരേയിടത്ത് വൃക്ഷത്തെ പോലെ സ്ഥിരമായിട്ട് ആസ്തേസ്മ വസിച്ചു. സ ഭഗവതി രതിം കുറുവൻ, പ്രകാരം ആ ഭഗവാനിൽ രതി ചെയ്ത് പ്രേമത്തെ ചെയ്ത് ദിവ്യവർഷശതമേകത്ര 100 ദിവ്യ വത്സരക്കാലം ഏകത്ര ഒരേയിടത്ത് വൃക്ഷത്തെ പോലെ ഇരുന്നു. ആസ്തേസ്മ. അപ്പോൾ വ്യാഖ്യാനം വന്നിട്ട് സ ഭഗവതി രതിം കുറുവൻ ദിവ്യവർഷശതമേകത്ര വൃക്ഷ ഇവ സ്ഥിര ആസ്തേസ്മ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം 40ാമത്തെ ശ്ലോകം. സ വ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്ന ഇവാമർശ സാക്ഷിണം വിരരാമഃ. സ വ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്ന ഇവാമർശ സാക്ഷിണം വിരരാമഃ. അദ്ദേഹം സ്വപ്നത്തിൽ എന്ന പോലെ ആ ജീവാത്മാവിനെ വ്യാപകതയോടും വ്യതിരിക്തതയോടും അന്തർകരണങ്ങളുടെ സാക്ഷിയായിരിക്കുന്ന ആ പരമാത്മാവിൽ നിന്നും അന്യമല്ലെന്ന ആ ബോധം ഉദിച്ചവനായിട്ട് എല്ലാറ്റിൽ നിന്നും ഉപരമിച്ചും കൊണ്ടും ഇരുന്നു. ആശ്ചര്യം തന്നെ. സഹ, അദ്ദേഹം ആ സ്വപ്നത്തിൽ എന്ന പോലെ അദ്ദേഹം സ വ്യാപകതയാത്മാനം, ആ ആത്മാവിനെ ജീവാത്മാവിനെ വ്യാപകതയോട് കൂടിയിട്ടും വ്യതിരിക്തം ആത്മനി, ഒന്നിലും ഏശാത്തതുപോലെയായിട്ടും വ്യതിരിക്തതയോട് കൂടിയിട്ടും ആ ആമർശസാക്ഷിണം അന്ധക്കരണങ്ങളുടെ ആ സാക്ഷിയായിരിക്കുന്ന ആത്മനി, ആ പരമാത്മാവിങ്കൽ നിന്ന് അന്യമല്ലെന്ന് ആ വിദ്വാൻ, ആ ബോധം ഉദിച്ചവനായിട്ട് എല്ലാറ്റിൽ നിന്നും വിരരാമ ഉപരമിച്ചു. ആശ്ചര്യം തന്നെ. ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യത്തെ സൂചിപ്പിക്കണം. പസ അദ്ദേഹം വ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി സ്വപ്നത്തിൽ എന്ന പോലെ സ്വപ്നത്തിൽ എന്ന പോലെ ആത്മാനം ജീവാത്മാവിനെ വ്യാപകതയോടും വ്യതിരിക്തതയോടും ആമർശസാക്ഷിണം അന്ധക്കരണങ്ങളുടെ സാക്ഷിയായ ആത്മനി, ആ പരമാത്മാവിങ്കൽ നിന്ന് അന്യം അല്ലെന്ന വിദ്വാൻ ബോധം ഉദിച്ചവനായിട്ട്
എല്ലാറ്റിൽ നിന്നും വിരരാമ ഉപരമിച്ചു. ആശ്ചര്യം. അതിലത്തെ അന്വയം വന്നിട്ട് സഹ സ്വപ്നേ ഇവ ആത്മാനം വ്യാപകതയാ വ്യതിരിക്തതയാ ആമർശസാക്ഷിണം ആത്മനി വിദ്വാൻ വിരരാമ. എന്നുകൂടി പറയാം. സഹ സ്വപ്നേ ഇവ ആത്മാനം വ്യാപകതയാ വ്യതിരിക്തതയാ ആമർശസാക്ഷിണം ആത്മനി വിദ്വാൻ വിരരാമ. അദ്ദേഹം സ്വപ്നത്തിൽ എന്ന പോലെ ആ ജീവാത്മാവിനെ വ്യാപകതയോടും വ്യതിരിക്തതയോടും അന്ധകരണങ്ങളുടെ സാക്ഷിയായ ആ പരമാത്മാവിങ്കിൽ നിന്ന് അന്യമല്ലെന്ന ബോധമുദിച്ചവനായിട്ട് അവിടെ ഉപരമിച്ചു. ആശ്ചര്യം. അങ്ങനെ ആ ദേഹാഭിമാനം പോലും നശിച്ചു. ആത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ് എങ്കിലും ആ ദേഹാദികളിൽ നിന്നും വ്യത്യസ്തമാണ്. അതേസമയം അന്ധകരണവൃത്തികൾക്കെല്ലാം സാക്ഷിയും ആണ്. ഈ തത്വം ഗ്രഹിച്ചപ്പോൾ ജീവിതാനുഭവങ്ങൾ സ്വപ്നസദൃശങ്ങളാണെന്നറിഞ്ഞ് സംസാരത്തിൽ നിന്നും വിരമിച്ചു. അപ്പോൾ ഒന്നുകൂടി പറയാം. അദ്ദേഹം ആ സർവത്ര സമദൃഷ്ടിയോടുകൂടിയവനായിട്ട് തണുപ്പ്, ചൂട്, കാറ്റ്, വർഷം, വിശപ്പ്, ദാഹം, പ്രിയം, അപ്രിയം, സുഖം, ദുഃഖം ഇത്യാദി ദ്വന്ദ്വങ്ങളെ ജയിച്ചു. തപശക്തിയാലും വിദ്യയാലും അവിദ്യയെ ജയിക്കയാൽ തൻ്റെ ആ കാമാദി ദുർവികാരങ്ങളെ ദഹിപ്പിച്ചു. യമനിയമാദികൾ ശീലിച്ചു, പ്രാണായാമം ശീലിച്ചു, ഇന്ദ്രിയ ജയം കൈവരിച്ചു. അങ്ങനെ ആ ബ്രഹ്മധ്യാനത്തിൽ ഏകാഗ്രത കൈവരിച്ചു. ഭഗവാൻ വാസുദേവങ്കൽ ഏകാഗ്രചിത്തനായിട്ട് 100 ദിവ്യസംവത്സരം ഒരു തൂൺ പോലെ ചലിക്കാതെ സ്ഥിതനായി ഭഗവത് ചിന്തയിൽ മുഴുകുകയാൽ മറ്റു യാതൊന്നും അറിഞ്ഞതുപോലും ഇല്ല. ദേഹാഭിമാനം പോലും നശിച്ചു. ആത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ് എങ്കിലും ദേഹാദികളിൽ നിന്നും വ്യത്യസ്തമാണ്. അതേസമയം അന്ധകരണവൃത്തികൾക്കെല്ലാം സാക്ഷിയുമാണ്. ഈ തത്വം ഗ്രഹിച്ചപ്പോൾ ജീവിതാനുഭവങ്ങൾ സ്വപ്നസദൃശങ്ങളാണെന്നറിഞ്ഞ് സംസാരത്തിൽ നിന്നും വിരമിച്ചു. വ്യാപകത്വമുള്ളതെന്നാണ് ആത്മൻ ശബ്ദത്തിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന്. ആത്മാതേർവ്യാപി വ്യാപ്ത ഇവ സ്യാത് യാവത് വ്യാപ്തീഭൂത ഇവ ഇതി യാസ്കനിരുക്തത്തിൽ പറയുന്നുണ്ട്. സർവജ്ഞ വ്യാപരിക്കുന്നതാണ് ആത്മാവ് എന്നർത്ഥം. എന്നാൽ ആത്മാവ് ദേഹത്തിൽ നിന്നും അന്യമാണ്. ദേഹം ജഡമാണ്. ആത്മാവ് ചൈതന്യവത്താണ്. ആത്മാവ് ദേഹത്തിൽ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നു എന്നല്ലാതെ ദേഹമല്ല. ദേഹത്തിൽ നിന്നും ഭിന്നമാണെന്നർത്ഥം. ആമർഷം എന്നാൽ അന്ധകരണവൃത്തികൾ. ആത്മാവ് കർത്താവോ ഭോക്താവോ അല്ല, കേവലം സാക്ഷി മാത്രമാണെന്നർത്ഥം. ഈ തത്വം അറിയാവുന്നവനാണ് വിദ്വാൻ അഥവാ ബ്രഹ്മജ്ഞാനി. ആ ജ്ഞാനോദയമുണ്ടായാൽ ഭൗതിക ജീവിതം സ്വപ്നപ്രായമാണെന്ന് മനസ്സിലാകും. ഇത്രയുമായാൽ സംസാരമോചനം ആയി. മലയധ്വജൻ ആ അവസ്ഥ കൈവരിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ആത്മാവിൻ്റെ സാമാന്യ സ്വഭാവത്തെപ്പറ്റി ശ്വേതാശ്വേതരത്തിലൊക്കെ പറയുന്നുണ്ട്. ന തസ്യ പ്രതിമാ അസ്തി യസ്യ നാമ മഹദ്യശഃ. ആത്മാവിന് തുല്യമായിട്ട് വേറൊന്നില്ല. ന തസ്യ പ്രതിമാ അസ്തി യസ്യ നാമ മഹാദ്യശഃ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന യശസ്സാണ് അത്. ഇതാണ് ആത്മാവിൻ്റെ വ്യാപകത്വം. ആത്മാവ് ഇന്ദ്രിയഗ്രാഹ്യമല്ലെന്നും ബാഹ്യചക്ഷുസിന് ഗോചരമല്ലെന്നും ഏകാഗ്രമായ മനസ്സോടുകൂടിയ ആധ്യാത്മിക സാധന കൊണ്ട് മാത്രമേ സാക്ഷാത്കരിക്കുവാൻ സാധ്യമാകൂ എന്നും തുടർന്ന് പറയുന്നു. ന സന്ദൃശേ തിഷ്ഠതി രൂപമസ്യ ന ചക്ഷുഷാ പശ്യതി കശ്ചനൈനം ഹൃദാ ഹൃദിസ്ഥം മനസാ യ ഏനമേവം വിദുരമൃതാസ്തേ ഭവന്തി. സ്വപ്നത്തിൻ്റെ അവസ്ഥ എന്തെന്ന് പ്രശ്നോപനിഷത്തിൽ പറയുന്നുണ്ട്. അത്രൈവ ദേവസ്വപ്നേ മഹിമാനമനുഭവതി യദൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവാർത്ഥമനുശൃണോതി ദേശദിഗന്ധരൈശ്ച പ്രത്യനുഭൂതം പുനഃ പുനഃ പ്രത്യനുഭവതി ദൃഷ്ടം ചാദൃഷ്ടം ച ശ്രുതം ചാശ്രുതം ചാനുഭൂതം ചാനനുഭൂതം ച സച്ച സർവം പശ്യതി സർവ പശ്യതി. പ്രശ്നോപനിഷത്തിൽ പറയുന്നുണ്ട്. കരണങ്ങൾ നിലയ്ക്കുന്നു, പ്രാണങ്ങൾ ദേഹരക്ഷയ്ക്കായിട്ട് ജാഗരൂകതയോടെ ഇരിക്കുന്നു. ആ സന്ദർഭത്തിൽ മനസ്സ് നാനാത്വത്തിലേക്ക് വഴുതിപ്പോകുന്ന അവസ്ഥാവിശേഷമാണ് സ്വപ്നം. സ്വപ്നം കണ്ടതിനെയും കേട്ടതിനെയും വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്യും. കാണാത്തതിനെയും കേൾക്കാത്തതിനെയും കാണുകയും കേൾക്കുകയും ചെയ്യും. അനുഭവിച്ചറിവില്ലാത്തതിനെ അനുഭവിക്കും. ശിരച്ഛേദം ചെയ്യപ്പെട്ടതായിട്ട് തോന്നപ്പെടുമെന്ന് ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ദൃഷ്ടാന്തം നൽകുന്നുണ്ട്. ഇതിലെല്ലാം മനസ്സ് വ്യാപരിക്കുന്നു. സ്വപ്നം കേവലം മായ
ആണെന്ന് സന്ധ്യാദി അധികരണത്തിൽ ആചാര്യസ്വാമികൾ സമർത്ഥിക്കുന്നുണ്ട്. സ്വപ്ന സൃഷ്ടി സത്യമെന്നാണ് പൂർവപക്ഷം. സ്വപ്ന സൃഷ്ടി സത്യമെന്നാണ് പൂർവപക്ഷം. ശ്രുതിവാക്യങ്ങളെ കൊണ്ട് അതിനെ നിരാകരിക്കുന്നു. സന്ധ്യേ സൃഷ്ടിരാഹി സന്ധ്യാധികരണത്തിലെ തസ്മാൻ മായമാത്രം സ്വപ്നദർശനം, മായാമാത്രമാണ് ആ സ്വപ്നത്തിൻ്റെ ദർശനം ഇതിൽ പറയുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വന്നിട്ട് അദ്ദേഹം സ്വപ്നത്തിൽ എന്ന പോലെ ആ സർവവ്യാപകമായതിനാൽ ശരീരാദികളിൽ നിന്നും അന്യമായിരിക്കുന്ന സർവാന്തഃകരണ വൃത്തികൾക്കും സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ പരമാത്മാവിൽ നിന്ന് ഭിന്നമല്ലെന്നറിഞ്ഞ് ഈ സംസാരത്തിൽ നിന്നും വിരമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ഉണ്ടായതിനാൽ ആ ജീവൻ മുക്തനായി ഭവിച്ചു എന്നർത്ഥം. കാര്യകാരണം സംഘാതമായിരിക്കുന്ന ശരീരത്തിൽ വർത്തിച്ചിരുന്ന ആത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്നവനും ശരീരത്തിൽ നിന്നും പിരിഞ്ഞ് സ്വതന്ത്രനായിരിക്കുന്നവനും ബ്രഹ്മകാരിയായി പരിണമിച്ചിരിക്കുന്ന അന്ധക്കരണ വൃത്തിയുടെയും സാക്ഷിയാണെന്നും അറിഞ്ഞതിനാൽ ആത്മമാത്രനായി ഭവിച്ചു. ഏതുപോലെ എന്നാൽ സ്വപ്നോത്ഥിതൻ, സ്വപ്നപദാർത്ഥങ്ങളെ ഓർക്കുന്നവനായിരുന്നെന്നാലും ആ പദാർത്ഥങ്ങളിൽ അധ്യാസമില്ലാത്തതുകൊണ്ട് താൻ മാത്രമല്ലാതെ അന്യങ്ങളായ സ്വപ്നപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ലെന്ന് ബോധാവസ്ഥയിൽ അറിയുന്നത് പോലെ ആത്മസ്വരൂപത്തെ അറിയാതിരുന്ന സമയത്ത് തോന്നിയിരുന്ന ആ പരിച്ഛിന്ന ഭാവം നശിച്ചതിനാൽ അപരിച്ഛിന്ന ബ്രഹ്മമായിട്ട് തന്നെ അത് വിളങ്ങി. ഒന്നുകൂടി വായിക്കാം, അല്ലേ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ഉണ്ടായതിനാൽ ജീവൻ മുക്തനായിട്ട് ഭവിച്ചു. കാര്യകാരണ സംഘാതമായിരിക്കുന്ന ശരീരത്തിൽ വർത്തിച്ചിരുന്ന ആത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്നവനും ശരീരത്തിൽ നിന്നും പിരിഞ്ഞ് സ്വതന്ത്രനായിരിക്കുന്നവനും ബ്രഹ്മകാരിയായി പരിണമിച്ചിരിക്കുന്ന അന്ധക്കരണവൃത്തിയുടെയും സാക്ഷിയാണെന്നും അറിഞ്ഞതിനാൽ ആത്മമാത്രനായിട്ട് ഭവിച്ചു. ഏതുപോലെ എന്നാൽ സ്വപ്നോത്ഥിതൻ, സ്വപ്നത്തിൽ നിന്നും ഉണർന്നവൻ സ്വപ്നപദാർത്ഥങ്ങളെ ഓർക്കുന്നവനായിരുന്നാലും ആ പദാർത്ഥങ്ങളിൽ അധ്യാസം ഇല്ലാത്തതുകൊണ്ട്, ആ പദാർത്ഥങ്ങളുമായിട്ട് ബന്ധം ഇല്ലാത്തതുകൊണ്ട് താൻ മാത്രമല്ലാതെ അന്യങ്ങളായ സ്വപ്നപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ലെന്ന് ആ ബോധാവസ്ഥയിൽ അറിയുന്നത് പോലെ ആത്മസ്വരൂപത്തെ അറിയാതിരുന്ന സമയത്ത് തോന്നിയിരുന്ന ആ പരിച്ഛിന്ന ഭാവം നശിച്ചതിനാൽ ഇപ്പോൾ എല്ലാം അദ്ദേഹത്തിന് ആ ബ്രഹ്മമായിട്ട് ഭവിച്ചു, അപരിച്ഛിന്ന ബ്രഹ്മമായിട്ട് തന്നെ വിളങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം ഏവം വർത്തമാനഃ സ ആത്മന്യാത്മാനം വിദ്വാൻ അന്യസ്മാത് വിരരാമ. ഇപ്രകാരം വർത്തമാനത്തിൽ അദ്ദേഹം ആത്മാവും പരമാത്മാവും ഒന്നാണെന്ന് വിദ്വാൻമാരുടെ വ്യത്യാസമില്ലെന്നുള്ള അത് അറിഞ്ഞിട്ട് അദ്ദേഹം ഈ വർത്തമാനഃ ഈ സംസാരത്തിൽ നിന്നും വിരമിച്ചു. ഇപ്രകാരം ഈ സംസാരത്തിൽ നിന്നും മലയധ്വജൻ സ ആത്മന്യാത്മാനം വിദ്വാൻ അന്യസ്മാത്, ആത്മാവിൽ നിന്നും ആത്മാവ് അന്യമല്ലെന്ന് ബോധിച്ച് വിദ്വാൻ അന്യസ്മാത് വിരരാമ, ആ സംസാരത്തിൽ നിന്നും വിരമിച്ചു. ഏവം വർത്തമാനഃ സ ആത്മന്യാത്മാനം വിദ്വാൻ അന്യസ്മാത് വിരരാമ. അതാണ് ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം രണ്ടെണ്ണം ചേർന്നിട്ടുള്ളതാണ്. സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണാ നൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരതാ വിശ്വതോമുഖം. സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണാ നൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരതാ വിശതോമുഖം. പരേ ബ്രഹ്മണി ചാത്മാനാം പരം ബ്രഹ്മ തഥാത്മനി വീക്ഷമാണോ വിഹായേക്ഷാമസ്മാദുപരരാമഃ. പരേ ബ്രഹ്മണി ചാത്മാനാം പരം ബ്രഹ്മ തഥാത്മനി വീക്ഷമാണോ വിഹായേക്ഷാമസ്മാദുപരരാമഃ. അപ്പോൾ അല്ലയോ രാജാവേ, ആ സാക്ഷാത് ആ ഗുരുവും ഭഗവാനും ആയിരിക്കുന്ന ശ്രീഹരിയാൽ ഉപദേശിക്കപ്പെട്ട് ആ സർവവ്യാപകമായിട്ട് സ്ഫുരിക്കുന്ന ആ നിർമ്മല ജ്ഞാനദീപത്താൽ ആ ആത്മാവ് ജീവാത്മാവിനെ പരബ്രഹ്മത്തിങ്കലും അപ്രകാരം തന്നെ ആ പരബ്രഹ്മത്തെ ജീവാത്മാവിങ്കലും
ആ അഭിന്നത്വേന ആ കാണുന്നവനായിട്ട് ആ ദർശനത്തെ പോലും ഉണ്ടായിട്ട് അതിനെ പോലും ഉപേക്ഷിച്ചിട്ട് ഈ സംസാരത്തിൽ നിന്നും വിരമിച്ചു. ഉപരരാമ. അപ്പോൾ ആത്മാവും രണ്ടും അഭിന്നമല്ലെന്നുള്ള ആ ദർശനമുണ്ടായി. ആ ദർശനത്തെ പോലും ഉപേക്ഷിച്ചിട്ട് ഈ സംസാരത്തിൽ നിന്നും വിരമിച്ചു എന്നർത്ഥം. അവിടെ ഒന്നുമില്ലാതെയായി, ഒന്നുമില്ലാത്ത ഒരവസ്ഥ, ഭഗവാന്റേതായിരിക്കുന്ന കേവല അനുഭവം ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഹേ നൃപ, അല്ലയോ രാജാവേ, സാക്ഷാത് ഗുരുണ, ഗുരുവും, ഭഗവത, ഭഗവാനുമായിരിക്കുന്ന ഹരിണ, ശ്രീഹരിയാൽ, ഉക്തേന, ഉപദേശിക്കപ്പെട്ട, വിശ്വതോമുഖം, സർവവ്യാപകമായി, സ്ഫുരിക്കുന്ന വിശുദ്ധജ്ഞാനദീപേന, നിർമ്മലജ്ഞാനദീപത്താൽ, ആത്മാനം, ജീവാത്മാവിനെ, പരേ ബ്രഹ്മണി, പരബ്രഹ്മത്തിങ്കലും, തഥാ അപ്രകാരം തന്നെ, പരംബ്രഹ്മ, ആ പരബ്രഹ്മത്തെ, ആത്മനീച്ച, ആ ജീവാത്മാവിങ്കലും, വീക്ഷമാണ, അഭിന്നത്വേന കാണുന്നവനായിട്ട്, ഈക്ഷാം, ആ ദർശനത്തെ പോലും വിഹായ, ഉപേക്ഷിച്ച്, അസ്മാത്, ഈ സംസാരത്തിൽ നിന്നും, ഉപരരാമ, വിരമിച്ചു. ഹേ ആശ്ചര്യം, ഇതാണ് മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ. ഒന്നുകൂടി പറയാം. ഹേ നൃപ, അല്ലയോ രാജാവേ, സാക്ഷാത് ഗുരുണ, ഗുരുവും, ഭഗവത, ഭഗവാനുമായിരിക്കുന്ന ഹരിണ, ശ്രീഹരിയാൽ, ഉക്തേന, ഉപദേശിക്കപ്പെട്ട, വിശ്വതോമുഖം, സർവവ്യാപകമായി, സ്ഫുരിക്കുന്ന വിശുദ്ധജ്ഞാനദീപേന, നിർമ്മലജ്ഞാനദീപത്താൽ, ആത്മാനം, ജീവാത്മാവിനെ, പരേ ബ്രഹ്മണി, പരബ്രഹ്മത്തിങ്കലും, തഥാ അപ്രകാരം തന്നെ, പരംബ്രഹ്മത്തെ, ആത്മനിച്ച, ജീവാത്മാവിങ്കലും, വീക്ഷമാണ, അഭിന്നത്വേന കാണുന്നവനായിട്ട്, ഈക്ഷാം, ആ ദർശനത്തെ പോലും വിഹായ, ഉപേക്ഷിച്ചിട്ട്, അസ്മാത്, ഈ സംസാരത്തിൽ നിന്നും, ഉപരരാമ, വിരമിച്ചു. ഹ, ആശ്ചര്യം. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ നൃപ സാക്ഷാത് ഗുരുണ ഭഗവതാ ഹരിണ ഉക്തേന വിശ്വതോമുഖം സ്ഫുരതാ വിശുദ്ധജ്ഞാനദീപേന ആത്മാനം പരേ ബ്രഹ്മണി തഥാ പരം ബ്രഹ്മ ആത്മനി ച വീക്ഷമാണഃ ഈക്ഷാം വിഹായ അസ്മാത് ഉപരരാമഃ. എന്നുകൂടി പറയാം. ഹേ നൃപ സാക്ഷാത് ഗുരുണ ഭഗവതഃ ഹരിണ ഉക്തേന വിശ്വതോമുഖം സ്ഫുരതാ വിശുദ്ധജ്ഞാനദീപേന ആത്മാനം പരേ ബ്രഹ്മണി തഥാ പരം ബ്രഹ്മ ആത്മനി ച വീക്ഷമാണഃ ഈക്ഷാം വിഹായ അസ്മാത് ഉപരരാമ. അല്ലയോ രാജാവേ, സാക്ഷാൽ ആ ഗുരുവും ഭഗവാനുമായിരിക്കുന്ന ശ്രീഹരിയാൽ ഉപദേശിക്കപ്പെട്ടും സർവവ്യാപകമായി സ്ഫുരിക്കുന്ന ആ നിർമ്മല ജ്ഞാനദീപത്താൽ ആ ജീവാത്മാവിനെ പരബ്രഹ്മത്തിങ്കലും അപ്രകാരം തന്നെ ആ പരബ്രഹ്മത്തെ ജീവാത്മാവിങ്കലും അഭിന്നത്വേന കാണുന്നവനായിട്ട് ഈ ദർശനത്തെ പോലും ഉപേക്ഷിച്ച് ഈ സംസാരത്തിൽ നിന്നും വിരമിച്ചു. ആശ്ചര്യം. ഇപ്പം ലോകത്തിൽ ആകമാനം ശോഭിക്കുന്നതും ലോകഗുരുവുമായിരിക്കുന്ന ശ്രീഹരിയാൽ ഉപദേശിക്കപ്പെട്ടതുമായിരിക്കുന്ന ആ ജ്ഞാനദീപത്തിൻ്റെ സഹായത്തോടെ ആ പരബ്രഹ്മത്തിൽ ആത്മാവിനെയും ആത്മാവിൽ പരബ്രഹ്മത്തെയും ദർശിക്കുന്നവനായിട്ടും ഒടുവിൽ ആ ജ്ഞാനദർശനത്തെ പോലും ഉപേക്ഷിക്കുന്നവനായിട്ടും ഭാവിച്ചിട്ട് ഉപരമിച്ചു എന്നർത്ഥം. അപ്പോൾ പൃഥുചരിതത്തിലെ ആ ഛിന്നാന്യധീ എന്ന ശ്ലോകത്തിലെ ആശയം തന്നെയാണിത്. ഗുരുവായിരിക്കുന്ന ഹരിയാൽ ഉക്തമായിരിക്കുന്ന ജ്ഞാനം എന്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഹമേവാസമേവാഗ്രേ എന്ന് രണ്ടാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകത്തിൽ എന്ന ആദിയായിട്ടുള്ള ചതുശ്ലോകി ഭാഗവത സാരമല്ലാതെ ഇത് മറ്റൊന്നും അല്ല. പതിവ്രതാരത്നമായിരിക്കുന്ന മലയധ്വജപത്നി എല്ലാ ലൗകിക ഭോഗങ്ങളെയും ഉപേക്ഷിച്ച് അതിധർമ്മജ്ഞനായിരിക്കുന്ന ആ സുഭർത്താവിനെ അദ്ദേഹം തന്നെ ദൈവമെന്ന സങ്കല്പത്തോടും അതിപ്രേമത്തോടും കൂടി പരിചരിച്ചു. അപ്പം ഇവിടെ നൃപ സാക്ഷാൽ ഭഗവാൻ ഹരിയാകുന്ന ഗുരുവിനാൽ പ്രകാശിതമായതും സർവത്ര സ്ഫുരിക്കുന്നതും വിശുദ്ധ ദീപത്താൽ പരമാത്മാവിൽ ആത്മാവിനെയും അങ്ങനെ ആത്മാവിൽ പരമാത്മാവിനെയും
അഭേദേന കണ്ട് ആ ജ്ഞാനമാകുന്ന വ്യവധാനം പോലും വിട്ട് ഈ സംസാരത്തിൽ നിന്നും വിരമിച്ചു. അപ്പോൾ ഹേ രാജൻ, സർവചരാചരങ്ങളിലും ഐശ്വര്യസ്വരൂപേണ നിറഞ്ഞിരിക്കുന്ന പരമഗുരുവായിരിക്കുന്ന ശ്രീഹരിയുടെ കാരുണ്യ കടാക്ഷത്താൽ ഹൃദയത്തിൽ സർവതോമുഖമായി പ്രകാശിച്ചതായിരിക്കുന്ന സ്വരൂപ ബോധപ്രകാശത്താൽ മൂലജ്ഞാനം മൂലത്തോടുകൂടെ നശിപ്പിച്ചപ്പോൾ ആ പരബ്രഹ്മത്തിൽ ആത്മാവിനെയും ആത്മാവിൽ പരബ്രഹ്മത്തെയും കണ്ടു. ഉടനെ ആ ദർശനരൂപമായിരിക്കുന്ന ആ മറവിനെയും തിരശീലയെയും അതിക്രമിച്ചപ്പോൾ ദേഹാദിപ്രപഞ്ചത്തിൽ നിന്നും ആത്യന്തിക നിവൃത്തിയെ പ്രാപിച്ചു. ഭക്തിയുടെ മാഹാത്മ്യം നോക്കുക. ആ സർവചരാചരങ്ങളിലും ഐശ്വര്യസ്വരൂപേണ നിറഞ്ഞിരിക്കുന്ന പരമഗുരുവായിരിക്കുന്ന ശ്രീഹരിയുടെ കാരുണ്യ കടാക്ഷത്താൽ ഹൃദയത്തിൽ സർവതോമുഖമായി പ്രകാശിച്ചതായിരിക്കുന്ന ആ സ്വരൂപബോധപ്രകാശത്താൽ ആ മൂലജ്ഞാനം മൂലത്തോടുകൂടെ നശിച്ചപ്പോൾ പരബ്രഹ്മത്തിൽ ആത്മാവിനെയും ആത്മാവിൽ പരബ്രഹ്മത്തെയും കണ്ടു. ഉടനെ ദർശനരൂപമായിരിക്കുന്ന ആ മറവിനെയും തിരശീലയെയും അതിക്രമിച്ചപ്പോൾ ദേഹാദിപ്രപഞ്ചത്തിൽ നിന്നും ആത്യന്തിക നിവൃത്തിയെ പ്രാപിച്ചു. ഇതാണ് ആ ഭക്തിയുടേതായിരിക്കുന്ന മാഹാത്മ്യം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. സ ഹരിരൂപേണ ഗുരുണോക്തേന അദ്ദേഹത്തിന് ആ ഹരിരൂപ ശ്രീഹരിയായിരിക്കുന്ന ഗുരുവിനാൽ ഉക്തമായിരിക്കുന്ന പറയപ്പെട്ട ജ്ഞാനം കൊണ്ട് ബ്രഹ്മണ്യാത്മാനമാത്മനി ആ ബ്രഹ്മത്തെ ആത്മാവിൽ ബ്രഹ്മത്തെയും ആത്മാനമാത്മനി ബ്രഹ്മ വീക്ഷ്യമാണ കണ്ടു. എന്നിട്ട് ഈക്ഷാം കണ്ടിട്ട് വിഹായാസ്മാത് അതിനെ അവിടെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ സംസാരത്തിൽ നിന്നും അതിൻ്റെ അപ്പുറത്തുള്ള സകലത്തിൽ നിന്നും അദ്ദേഹം വിരമിച്ചു എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. സ ഹരിരൂപേണ ഗുരുണോക്തേന ജ്ഞാനേന അങ്ങനെ ഹരിയും ഗുരുവും ആയിരിക്കുന്നവനാൽ ഉക്തേന ആ പറഞ്ഞ ജ്ഞാനം കൊണ്ട് എന്തുണ്ടായി? ബ്രഹ്മണ്യാത്മാനമാത്മനി ബ്രഹ്മം ആണ് ആത്മാവിലും ആത്മാവ് ബ്രഹ്മമാണെന്നും ബ്രഹ്മത്തിൽ ആത്മാവും ആത്മാവിൽ ബ്രഹ്മവും ഇതിനെ വീക്ഷ്യമാണ് കണ്ടുകൊണ്ട് ഈക്ഷാം വിഹായ അതിനെയൊക്കെ അവിടെ ഉപേക്ഷിച്ചു. വിഹായ ആസ്മാത് വിരരാമ ആ സംസാരത്തിൽ നിന്നും വിരമിച്ചു. അപ്പോൾ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കാം. സ ഹരിരൂപേണ ഗുരുണോക്തേന ജ്ഞാനേന പിന്നെ ബ്രഹ്മണ്യാത്മാനമാത്മനി ബ്രഹ്മ വീക്ഷമാണ ഈക്ഷാം വിഹായാസ്മാത് വിരരാമ. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 43 പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണാ പരിചരദ്ധിത്വാ ഭോഗാൻ സാ പതിദേവത. പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണാ പരിചരദ്ധിത്വാ ഭോഗാൻ സാ പതിദേവത. ആ ഭർത്താവിനെ ദേവനായിട്ട് കരുതിയിരിക്കുന്ന സാ വൈദർഭി ആ വിദർഭ രാജകുമാരി ആ വിഷയസുഖങ്ങളെയൊക്കെ ത്യജിച്ചിട്ട് ഏറ്റവും ഉപരിയായിരിക്കുന്ന ധർമ്മമറിയുന്നവനും ഭർത്താവുമായിരിക്കുന്ന ആ മലയധ്വജനെ പ്രേമഭാരത്തോടു കൂടിയിട്ട് ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഭർത്താവിനെ ദേവനായി കരുതിയിരിക്കുന്ന ആ വിദർഭ രാജകുമാരി വിഷയസുഖങ്ങളെ ത്യജിച്ചിട്ട് ഏറ്റവും ഉപരിയായിരിക്കുന്ന ധർമ്മമറിയുന്നവനും ഭർത്താവുമായിരിക്കുന്ന മലയധ്വജനെ പ്രേമഭാവത്തോടെ ശുശ്രൂഷിച്ചു. പതിം പരമധർമ്മജ്ഞം പതിയായിരിക്കുന്ന ആ പരമധർമ്മജ്ഞനും ധർമ്മജ്ഞനായിരിക്കുന്ന ആ മലയധ്വജനെ ധർമ്മജ്ഞം മലയധ്വജം വൈദർഭി ആ പുരഞ്ജനി വൈദർഭി ആ വിദർഭ രാജകുമാരി പ്രേമത്തോടുകൂടി പര്യചരദ്ധിത്വ വളരെ പ്രേമഭാരത്തോടുകൂടി പര്യചരൽ ശുശ്രൂഷിച്ചു. ഹിത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യജിച്ചിട്ട്. എന്ത് ത്യജിച്ച്? സകല ഭോഗങ്ങളെയും ത്യജിച്ചിട്ട്. പര്യചരത് ഹിത്വാ ഭോഗാൻ ഭോഗങ്ങളെയൊക്കെ
പരിത്യജിച്ചിട്ട് ആ പതി ദേവതയായിരിക്കുന്ന ആ പതിയെ പ്രേമത്തോടു കൂടിയിട്ട് ശുശ്രൂഷിച്ചു അർത്ഥം. പതിദേവത ഭർത്താവിനെ ദേവനായി കരുതിയ സാ വൈദർഭി ആ വിദർഭ രാജകുമാരി ഭോഗാൻ വിഷയസുഖങ്ങളെ ഹിത്വാ ത്യജിച്ച് പരമധർമ്മജ്ഞം ഏറ്റവും ഉപരിയായ ധർമ്മമറിയുന്നവനും പതിം ഭർത്താവുമായിരിക്കുന്ന മലയധ്വജനെ പ്രേമഭാരത്തോടു കൂടിയിട്ട് പര്യചരൽ ശുശ്രൂഷിച്ചു. ഒന്നും കൂടി പറയാം. പതിദേവത ഭർത്താവിനെ ദേവനായി കരുതിയ സാ വൈദർഭി ആ വിദർഭ രാജകുമാരി ഭോഗാൻ വിഷയസുഖങ്ങളെ ഹിത്വ ത്യജിച്ച് പരമധർമ്മജ്ഞം ഏറ്റവും ഉപരിയായ ധർമ്മമറിയുന്നവനും പതിം ഭർത്താവുമായിരിക്കുന്ന മലയധ്വജനെ പ്രേമഭാവത്തോടുകൂടി പര്യചരൽ ശുശ്രൂഷിച്ചു. പതിദേവത സാ വൈദർഭി ഭോഗാൻ ഹിത്വ പരധർമ്മജ്ഞം പതിം മലയധ്വജം പ്രേംണ പര്യചരത്. ഒന്നുകൂടി പറയാം. പതിദേവത സാ വൈദർഭി ഭോഗാൻ ഹിത്വ പരമധർമ്മജ്ഞം പതിം മലയധ്വജം പ്രേംണ പര്യചരത്. ഭർത്താവിനെ ദേവനായി കരുതിയിരിക്കുന്ന ആ വിദർഭ രാജകുമാരി വിഷയസുഖങ്ങളെ ത്യജിച്ച് ഏറ്റവും ഉപരിയായ ധർമ്മം അറിയുന്നവനും ഭർത്താവുമായിരിക്കുന്ന മലയധ്വജനെ പ്രേമഭാരത്തോടെ പരിശുശ്രൂഷിച്ചു. അപ്പോൾ പതിവ്രതയായിരിക്കുന്ന വൈദർഭി സർവഭോഗങ്ങളും വിട്ട് ആ പരമധർമ്മജ്ഞനും സ്വാമിയുമായിരിക്കുന്ന മലയധ്വജനെ പ്രേമപൂർവം ശുശ്രൂഷിച്ചു. ഭർത്താവ് തന്നെ സർവേശ്വരൻ എന്നു കരുതിയിരിക്കുന്ന ആ വൈദർഭി സുഖാഭിലാഷങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചിട്ട് ആ പരമധർമ്മം അറിഞ്ഞിരിക്കുന്ന സ്വഭർത്താവിനെ ആയിരിക്കുന്ന മലയധ്വജനെ പ്രേമപൂർവം പരിചരിച്ചു. ഇപ്പോൾ അധ വൈദർഭിയും അവിടെ ആ വൈദർഭി ഭോഗാൻ ഹിത്വ ഭോഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രേംണാധർമ്മജ്ഞം പ്രേമത്തോടുകൂടി ധർമ്മമറിയുന്നവനായിരിക്കുന്ന പതിം പര്യചരൽ പതിയെ പരിചരിച്ചു. അധ വൈദർഭിയും അവിടെ ആ വൈദർഭി ഭോഗാൻ ഹിത്വ സകല ഭോഗങ്ങളെയും ഉപേക്ഷിച്ച് പ്രേമത്തോടുകൂടി ധർമ്മജ്ഞം പതിം ധർമ്മജ്ഞനായിരിക്കുന്ന പതിയെ പര്യചരൽ പരിചരിച്ചു. അധ വൈദർഭിയും ഭോഗാൻ ഹിത്വ പ്രേംണാധർമ്മജ്ഞം പതിം പര്യചരൽ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ചീരവാസ വ്രതക്ഷാമാ വേണീഭൂതശിരോരുഹ ബഭാവുപ പതിം ശാന്ത ശിഖാ ശാന്തമിവാനലം. ചീരവാസ വ്രതക്ഷാമാ വേണീഭൂതശിരോരുഹ ബഭാവുപ പതിം ശാന്ത ശിഖാ ശാന്തമിവാനലം. ആ വ്രതചര്യയാൽ മെലിഞ്ഞിട്ട് വ്രതക്ഷാമ വ്രതചര്യയാൽ മെലിഞ്ഞും വേണീഭൂതശിരോരുഹ തലമുടി ജടപിടിച്ച തലമുടിയോടുകൂടിയതും മരവുരിയെടുത്തും ചീരവാസ മരവുരിയെടുത്തും കത്തിയടങ്ങിയിരിക്കുന്ന ജ്വാല പോലെയുള്ള അവൾ. ശിഖാശാന്തമിവാനലം കത്തിയടങ്ങിയിരിക്കുന്ന ജ്വാല പോലെയുള്ള അവൾ ശാന്തം ശമിച്ച അഗ്നി പോലുള്ള ആ ഭർത്താവിൻ്റെ സമീപത്ത് വർത്തിച്ചു. അതാണ് ചീരവാസ വ്രതക്ഷാമ വേണീഭൂതശിരോരുഹ ബഭാവുപ പതിം ശാന്ത ശിഖാ ശാന്തമിവാനലം. വ്രതക്ഷാമ എന്ന് പറഞ്ഞ വ്രതചര്യയാൽ മെലിഞ്ഞും വേണീഭൂതശിരോരുഹ ജടപിടിച്ച തലമുടിയോടുകൂടിയും ചീരവാസ മരവുരിയുടുത്തും ശാന്ത കത്തിയടങ്ങിയ ശിഖാ ഇവ ജ്വാല പോലെയുള്ള അവൾ ശാന്തം അനലം ശമിച്ച അഗ്നി പോലുള്ള പതിം ഉപ ഭർത്താവിൻ്റെ സമീപത്ത് ബഭൗ വർത്തിച്ചു. ഒന്നും കൂടി പറയാം. വ്രതക്ഷാമ വ്രതചര്യയാൽ മെലിഞ്ഞും വേണീഭൂതശിരോരുഹ ജടപിടിച്ച് തലമുടിയോടുകൂടിയും ചീരവാസാഹ മരവുരിയുടുത്തും ശാന്ത കത്തിയടങ്ങിയിരിക്കുന്ന ശിഖാ ഇവ ജ്വാല പോലെയുള്ള അവൾ ശാന്ത അനലം
ശാന്തം അനലം ശമിച്ച അഗ്നി പോലുള്ള പതിം ഉപ ഭർത്താവിനെ സമീപത്ത് ബഭൗ ഭർത്താവിൻ്റെ സമീപത്ത് ബഭൗ വർത്തിച്ചു. അപ്പോൾ വ്രതക്ഷാമ വേണീഭൂത ശിരോരുഹ ചീരവാസാഹ ശാന്തം ശിഖായിവ ശാന്താശിഖായിവ ശാന്തം അനലം പതിം ഉപ ബഭൗ വ്രതക്ഷാമം വേണീഭൂത ശിരോരുഹ ചീരവാസാഹ ശാന്താ ശിഖായിവ ശാന്തം അനലം പതിം ഉപ ബഭൗ വ്രതചര്യാൽ മെലിഞ്ഞ ജടപിടിച്ച തലമുടിയോടുകൂടിയും മരവുരിയുടുത്തും കത്തിയടങ്ങിയ ജ്വാല പോലെയുള്ള അവൾ ആ ശമിച്ച അഗ്നി പോലുള്ള ഭർത്താവിൻ്റെ സമീപത്ത് വർത്തിച്ചു. അവൾ വൽക്കലം ധരിച്ചു. വ്രതം കൊണ്ട് കൃശഗാത്രിയാണ്. മുടി ജടപിടിച്ചു. ശാന്തമായ അഗ്നിയുടെ സമീപത്തിൽ ജ്വാല പോലെ ശാന്തമായിട്ട് വർത്തിച്ചു. ഉപപതിം എന്നതിന് പതിയുടെ സമീപത്ത് എന്നുള്ള അർത്ഥം. ഉപോധികയെ ച അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഭർത്താവിൻ്റെ ആ പാദത്തിൽ അല്ല അവൾ ആസനത്തിൽ ഉറച്ചിരിക്കുന്ന പ്രിയതമനെ അല്ല അങ്ങനെയല്ല, അവൾ മരവുരിയുടുത്തും വ്രതങ്ങൾ കൊണ്ട് ക്ഷീണിച്ചും ജടപിടിച്ച മുടിയോടുകൂടിയും ശാന്തയായിട്ട് അഗ്നിയുടെ സമീപത്തിൽ ജ്വാല പോലെ ഭർത്താവിൻ്റെ സമീപത്തിൽ ശോഭിച്ചു. പക്ഷാന്തരത്തിൽ ഇതിനു മുമ്പേ പറഞ്ഞ ശ്ലോകങ്ങളാൽ ഗുരുവിൻ്റെ ആ മുക്തിയെ സൂചിപ്പിച്ച് ഇത് മുതൽ 22 ശ്ലോകങ്ങൾ കൊണ്ട് ശിഷ്യൻ്റെ ആ മുക്തിയെയും വിവരിക്കുന്നതാണ്. മലയധ്വജൻ എന്ന ശബ്ദം ഗുരുവിനെയും ഭാര്യാശബ്ദം ശിഷ്യനെയും പരാമർശിക്കുന്നു. ഗുരുവിൽ ഭക്തിപൂർവ്വം പരിചരിക്കുന്ന ശിഷ്യന്മാർ മുക്തിക്കർഹമാകാതിരിക്കുകയില്ല എന്ന് പറയുന്നു. വൽക്കലത്തെ വസ്ത്രമായിട്ട് ധരിച്ചു. വ്രതം നിമിത്തം ശരീരം കൃശമായി തൈലലേപനാദിശോധനം ഇല്ലാത്തതിനാൽ തലമുടി ജടപിടിച്ച ഒരു കെട്ടായിരിക്കുന്നു. ഇപ്രകാരം ശാന്തയായിട്ട് ഭവിച്ച ആ വൈദർഭി കത്തിശ്രമിച്ചിരിക്കുന്ന അഗ്നിയെ അതിൻ്റെ ജ്വാല എന്ന പോലെ ആ ഭർത്തൃ സമീപത്തിൽ തപോനിഷ്ഠയിൽ ഇരുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ സാ ചീരവാസാഹ മരവുരിയുടുത്തും വ്രതേന കൃശ വ്രതത്താൽ കൃശഗാത്രയായിട്ടും പത്തിഹു പതിയുടെ സമീപേ ബഭൗ സമീപത്തിൽ വർത്തിച്ചു. സാ ചീരവാസാഹ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവൾ ക്ഷീരവാസയായിട്ട് നിന്ന് മരവുരിയുടുത്തും വ്രതേന കൃശ വ്രതങ്ങളാൽ കൃശഗാത്രിയായിട്ടും പത്തിഹു പതിയുടെ സമീപേ ബഭൗ പതിയുടെ സമീപത്തിൽ വസിച്ചു. സാ ക്ഷീരവാസാഹ വ്രതേന കൃശ പത്യു സമീപേ ബഭൗ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.